നമസ്കാരം. ജ്യോതിർവാണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മകരം രാശിക്കാരെ, ഈ ആഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില മാറ്റങ്ങളുടെ സൂചനകളാണ് കാണുന്നത്. ഏറെ നാളായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു ആഗ്രഹം, ഒരു ജോലി സംബന്ധമായ പ്രതീക്ഷ, സാമ്പത്തികമായി കാത്തിരിക്കുന്ന ഒരു വാർത്ത, ഇതിൽ ഏതെങ്കിലും ഒന്നിനെ ഈ ആഴ്ച ഒരു നീക്കം ഉണ്ടാകാനുള്ള സാധ്യത ശക്തമാണ്. പ്രത്യേകിച്ച് ആഴ്ചയുടെ രണ്ടാം പകുതിയിൽ വരുന്ന ചില സംഭവങ്ങൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തും. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരാളിൽ നിന്നുള്ള സഹായമോ പെട്ടെന്ന് ലഭിക്കുന്ന ഒരു അവസരമോ നിങ്ങളുടെ മുന്നിൽ പുതിയൊരു വഴി തുറന്നേക്കാം. എന്നാൽ ഈ ആഴ്ച മകരം രാശിക്കാർക്ക് ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എടുത്ത തീരുമാനങ്ങളിൽ ആവേശം കാണിക്കാതെ 2 തവണ ചിന്തിച്ച ശേഷം മാത്രം മുന്നോട്ട് പോകുക. ജോലിയുടെ കാര്യങ്ങളിൽ നോക്കുമ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉണ്ടായിരുന്ന സമ്മർദ്ദം പതുക്കെ കുറയുന്നതായി കാണാം. ജോലിസ്ഥലത്ത് നിങ്ങളുടെ കഴിവ് മേലുദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടും. നിങ്ങൾ ചെയ്ത ഓരോ കാര്യത്തിനും അഭിനന്ദനമോ അംഗീകാരമോ ലഭിക്കാം. പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കുന്നവർ ഇക്കൂട്ടത്തിലുണ്ടാകും. ആദ്യം കുറച്ച് ബുദ്ധിമുട്ടായി തോന്നിയാലും പിന്നീട് അതുതന്നെ നിങ്ങളുടെ വളർച്ചയ്ക്ക് കാരണമാകാം. ജോലി അന്വേഷിക്കുന്ന മകരം രാശിക്കാർക്കും ഈ ആഴ്ച പ്രതീക്ഷ നൽകുന്ന സമയമാണ്. നേരത്തെ അപേക്ഷിച്ച ജോലി, ഇൻ്റർവ്യൂ അല്ലെങ്കിൽ കാത്തിരിക്കുന്ന മറുപടി എന്നിവയിൽ അനുകൂലമായ നീക്കങ്ങൾ ഈ വാരം ഉണ്ടാകാം. പഴയ ബന്ധങ്ങൾ വഴി പുതിയൊരു അവസരം വരാനും ഈ വാരം സാധ്യത കാണുന്നു. ബിസിനസ് ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ആഴ്ചയാണ്. വലിയ നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് കാര്യങ്ങൾ വ്യക്തമായി പരിശോധിക്കുക. എന്നാൽ നിലവിലുള്ള ബിസിനസ്സിൽ പുതിയ ഓർഡറുകളോ പുതിയ ഉപഭോക്താക്കളെയോ ലഭിക്കാനുള്ള സാധ്യതയും ഈ വാരം കാണുന്നു. പങ്കാളിത്ത ബിസിനസ് ആണെങ്കിൽ പണം സംബന്ധിച്ച കാര്യങ്ങൾ എഴുതി ഉറപ്പാക്കുന്നത് വളരെ നല്ലതാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ നോക്കാം. മകരം രാശിക്കാർക്ക് ഈ ആഴ്ച വരുമാനത്തോടൊപ്പം ചില അപ്രതീക്ഷിത ചെലവുകളും ഉണ്ടാകാം. വീട്ടിൽ ആവശ്യങ്ങൾ, യാത്ര, വാഹനവുമായി ബന്ധപ്പെട്ട ചെലവുകൾ എന്നിവ ഈ വാരം നിങ്ങൾക്ക് വരാം. എന്നാൽ അതോടൊപ്പം തന്നെ കാത്തിരുന്ന ഒരു പണം ലഭിക്കാനും ഈ വാരം സാധ്യത കാണുന്നു. കടബാധ്യത ഉള്ളവർക്ക് അതിൽ നിന്ന് പതുക്കെ പുറത്തു വരാനുള്ള വഴികൾ തുറക്കപ്പെടും. ആരെയെങ്കിലും വിശ്വസിച്ച് വലിയ തുക കൈമാറുന്നതിന് മുമ്പ് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് രേഖകളില്ലാത്ത സാമ്പത്തിക ഇടപാടുകൾ ഒഴിവാക്കുക. വീട്, കുടുംബം എന്നിവയുടെ കാര്യത്തിൽ ആഴ്ച പൊതുവെ അനുകൂലമാണ്. കുടുംബത്തിൽ ഒരു സന്തോഷ വാർത്ത കേൾക്കാൻ സാധ്യത കാണുന്നു. ഏറെ നാളായി സംസാരിക്കാതെ നിന്നിരുന്ന ഒരാളുമായി വീണ്ടും ബന്ധം സ്ഥാപിക്കാനും സാധ്യത കാണുന്നു. വീട്ടിലെ മുതിർന്നവരുടെ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കാം. വിവാഹിതരായ മകരം രാശിക്കാർക്ക് പങ്കാളിയുമായി ഉണ്ടായിരുന്ന ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ സംസാരിച്ച് പരിഹരിക്കാൻ സാധിക്കും. പങ്കാളിയുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന ഒരു പിന്തുണ നിങ്ങളെ സന്തോഷിപ്പിക്കാം. വിവാഹം ആലോചിക്കുന്നവർക്ക് ഈ ആഴ്ച ഒരു നല്ല ആലോചനകൾ വരാം. നേരത്തെ വന്നിരുന്ന ഒരു ബന്ധം വീണ്ടും സജീവ ചർച്ചയാകാനും സാധ്യത കാണുന്നു. പ്രണയബന്ധത്തിലുള്ളവർ അനാവശ്യ സംശയങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. ചെറിയൊരു തെറ്റിദ്ധാരണ വലിയൊരു പ്രശ്നമാകാതിരിക്കുക. വിദ്യാർത്ഥികൾക്ക് ശ്രദ്ധയും കഠിനാധ്വാനവും ആവശ്യമായ ആഴ്ചയാണ്. പഠനത്തിൽ ചെറിയൊരു മടുപ്പ് അനുഭവപ്പെടാമെങ്കിലും ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ നല്ല ഫലം നിങ്ങൾക്ക് നേടാൻ സാധിക്കും. പരീക്ഷ, ഇൻ്റർവ്യൂ, മത്സര പരീക്ഷകൾ എന്നിവയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഈ ആഴ്ച പ്രത്യേകിച്ച് ഗുണകരമായിരിക്കും. ഇനി ആരോഗ്യത്തിൻ്റെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടത് ഉറക്കക്കുറവും മാനസിക സമ്മർദ്ദവുമാണ്. ജോലിയുടെ ടെൻഷൻ വീട്ടിലേക്കും കൊണ്ടുവരാതിരിക്കാൻ ശ്രമിക്കുക. ഭക്ഷണക്രമത്തിലും വിശ്രമത്തിലും ശ്രദ്ധ കൊടുക്കുക. ചെറിയ അസ്വസ്ഥതകൾ അവഗണിക്കാതെ ആവശ്യമായാൽ വിദഗ്ധരുടെ ഉപദേശം തേടുക. മകരം ഈ ആഴ്ചയുടെ ആദ്യ ദിവസങ്ങളിൽ ചെറിയ തടസ്സങ്ങൾ അനുഭവപ്പെടാം. എന്നാൽ ആഴ്ചയുടെ മധ്യത്തോടെ കാര്യങ്ങൾ മെച്ചപ്പെടും.
വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ അനുകൂലമായ സൂചനകൾ കാണുന്നു. പ്രത്യേകിച്ച് വളരെ നാളായി കാത്തിരിക്കുന്ന ഒരു ഫോൺ കോൾ, മെസ്സേജ് അല്ലെങ്കിൽ ഒരു വാർത്ത ഈ ആഴ്ച നിങ്ങളിലേക്ക്